ഫ്രണ്ട്സ്, രാവിലെ നല്ല പൂ പോലെയുള്ള ഇഡലിയും ഉള്ളി സാമ്പാർ പിന്നെ കാന്താരി ചേർത്ത വെള്ളച്ചമ്മന്തി കഴിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഞങ്ങളിവിടെ ഇച്ചിരി ലേറ്റായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളത്. ഉള്ളി സാമ്പാർ ഉണ്ടാക്കുമ്പോഴേ നമ്മൾ കടുവൊക്കെ വറുത്തതിന് ശേഷം ഉള്ളി അതിൻ്റെ അകത്തിട്ട് വഴറ്റണം. വഴറ്റിയതിന് ശേഷം രണ്ട് തക്കാളിക്കയും കൂടെ വഴറ്റണം. അതിൻ്റെ അകത്തേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കായപ്പൊടി ചേർക്കേണ്ടവർക്ക് കായപ്പൊടി ചേർക്കാം. ഇവിടെ ഞങ്ങൾ കട്ടക്കായാണ് ചേർക്കുന്നത്. വേവിച്ച് വെച്ചിരിക്കുന്ന തുമര ഇതിലേക്ക് ചേർക്കണം, നന്നായിട്ട് ഇളക്കണം. പിന്നെ ഈ പൊടികൾ ചേർക്കുമ്പോഴേ ഒരുപാടങ്ങ് മൂത്ത് പോകരുത് കേട്ടോ, അപ്പം വേഗം ഒരു രുചി വരും സാമ്പാറിന്. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കട്ടക്കായമാണ് ഇവിടെ ചേർക്കുന്നത്, കട്ടക്കായം ചേർക്കണം. ഇവിടെ എൻ്റെ ബ്രദറിനാണെങ്കിൽ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് സാമ്പാറിൻ്റെ അകത്ത് കായം ചേർക്കുന്നത്. അവൻ പറയും, അമ്മയ്ക്ക് സാമ്പാറിൻ്റെ അകത്ത് കായമില്ലാതെ എന്താ അമ്മയെ ഉണ്ടാക്കിക്കൂടെയെന്ന് ചോദിക്കാറുണ്ട്. എപ്പോൾ കായം സാമ്പാറിന് ചേർത്താലും അവൻ ഇവിടെ ഉള്ള സമയമാണെങ്കിൽ കറക്റ്റായിട്ട് അവന് തന്നെ ആ കായത്തിൻ്റേത് പീസ് കിട്ടും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഭൂകമ്പം കേട്ടോ. കായം വന്നു, കായം ചേർക്കാതെ സാമ്പാർ ഉണ്ടാക്കിക്കൂടായോ എന്ന് ചോദിക്കും. അപ്പോൾ ഓരോ ദിവസവും ഇവിടെ ഞങ്ങൾ സാമ്പാർ ഉണ്ടാക്കുന്ന ദിവസം ഈ ഒരു കാര്യം പറയാറുണ്ട്. അമ്മ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നു. ഇനി ഞങ്ങൾ കഴിച്ചേച്ച് വരാം കേട്ടോ. ടാറ്റാ, ബൈ ബൈ, സീ യു.